ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഏറ്റവും പുതിയ ഒരു പ്രോഡക്റ്റാണ്. എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളൊരു പുതിയ പ്രോഡക്റ്റാണ്. ഇത് നേരത്തെ ഇറങ്ങിയൊരു പ്രോഡക്റ്റാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ ഇതിപ്പോഴാണ് വാങ്ങിയത്. അപ്പോൾ എനിക്കിപ്പം നിങ്ങൾക്ക് കാണിക്കണമെന്ന് തോന്നി, അങ്ങനെ ഞാൻ കാണിക്കുന്നതാണ്. ഇത് ബ്രെയിൻസ് ഓഡിയോയുടെ ഒരു ടോൺ കൺട്രോളാണ്. ഈ ഒരു ടോൺ കൺട്രോളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ, നല്ല അടിപൊളി ഒരു ബാസ് ട്രബിൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. കിട്ടുന്ന ആ ഒരു ബാസ് ട്രബിൾ നല്ല ക്വാളിറ്റിയാണ്. ആ ഒരു നല്ല കേൾക്കാൻ നല്ല സുഖമുള്ളൊരു ബോർഡാണ്. കൂടാതെ തന്നെ ഇതിൻ്റെ കമ്പോണൻസിൻ്റെ ക്വാളിറ്റി, ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയൊക്കെ വളരെ നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വരുന്നത് ഫുൾ SMT കമ്പോണൻസ് ആണ്. SMT കമ്പോണൻസ് ആണെങ്കിലും അതിലൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ SMT കമ്പോണൻസ് എല്ലാം മാക്സിമം ഒറിജിനൽ കമ്പോണൻസ് ആണ് വരുന്നത്. ഈ ചാത്തൻ കമ്പനിക്കാരന്മാർ ഇതുപോലത്തെ SMT കമ്പോണൻസ് ചെയ്യാൻ വേണ്ടി മെനക്കേറാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസ് വെച്ചാണ് ഈ ഒരു ബ്രെയിൻസ് ഓഡിയോ ഈ പ്രോഡക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബാസിന് വേണ്ടി കൺട്രോൾസിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന IC എന്ന് വെച്ചാൽ 4558 ആണ്. അത് SMT ആണ്. അപ്പം ഈ ഒരു SMT ICക്ക് ഏകദേശം 45 രൂപയോളം വില വരുന്നുണ്ട്. ഇതിൻ്റെ ചാത്തൻ ICക്ക് 15 രൂപ വില വരുന്നുണ്ട്. അപ്പോൾ ആ വ്യത്യാസമാണ്. ആ ഒരു ICക്ക് അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി ഇതിൻ്റെ ഔട്ട്പുട്ടിന് കിട്ടും എന്നുള്ളതാണ്. നല്ല ക്വാളിറ്റിയുള്ള കൺട്രോൾസ് പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആൽപ്സിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള കൺട്രോൾസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ബാസ് ട്രബിൾ വോളിയം ഈ 3 കൺട്രോളാണ് ഇതിനകത്ത് വരുന്നത്. കാര്യം അതിൻ്റെ ആവശ്യം തന്നെ വരുന്നുള്ളൂ. മിഡ് ഇടയ്ക്ക് കേട്ടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇതിൽ നല്ല രീതിയിലുള്ള മിഡും വരുന്നുണ്ട്, നല്ല രീതിയിലുള്ള ട്രബിളും നല്ല രീതിയിലുള്ള ബാസും വരുന്നുണ്ട്. പിന്നെ ബാലൻസ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോയുടെ ഒരു ബാലൻസ് ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കണക്ഷൻ കൊടുത്ത് വർക്ക് ചെയ്യിക്കുന്ന സമയത്ത് സ്റ്റീരിയോയ്ക്ക് എന്തെങ്കിലും ഒരു ബാലൻസ് മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബാലൻസ് ചെയ്ത് അത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ബാലൻസ് കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ PCBയുടെ ക്വാളിറ്റിയാണ് നമുക്ക് നോക്കാനുള്ളത്. PCBയുടെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൽ വെച്ച് നല്ല ക്വാളിറ്റിയുള്ള PCB ആണ്. മറ്റുള്ള കമ്പനിക്കാരെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പം ബ്രെയിൻസ് ഓഡിയോയുടെ PCB കുറച്ചും കൂടെ നല്ല കട്ടിയുള്ളതും നല്ല ക്വാളിറ്റിയുള്ള PCB ആണ് ഇവിടെ വരുന്നത്. അപ്പം കൂടാതെ തന്നെ അതാണ് ഈ ബ്രെയിൻസ് ഓഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അവർ നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസും നല്ല ക്വാളിറ്റിയുള്ള PCBയെ യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു നല്ല ഇപ്പോൾ IC കിട്ടിയില്ല എന്നുള്ള ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അവർ ഈ പ്രോഡക്റ്റ് കുറച്ച് നാളത്തേക്ക് നിർത്തി വയ്ക്കും. പിന്നീട് IC കിട്ടിയതിന് ശേഷം മാത്രമേ അവർ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് തരത്തുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ബ്രെയിൻസ് ഓഡിയോയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ. കമ്പനിയുടെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തരുന്ന പ്രോഡക്റ്റ് കറക്റ്റ് ജെന്യുയിൻ പ്രോഡക്റ്റ് ആയിരിക്കും, നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. ഒരു പ്രീമിയം ലെവലിലേക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കാണാൻ. കാര്യം നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസ് ആണ് പുള്ളി ഇവിടെ കിട്ടിയിട്ടുള്ളത്. കപ്പാസിറ്ററൊക്കെ ആയാലും ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന ചെറിയ റെസിസ്റ്റർ, ചെറിയ ICകളെല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് നോ കോംപ്രമൈസ് ആണ് ബ്രെയിൻസ് ഓഡിയോയുടെ കാര്യത്തിൽ. ബ്രെയിൻസ് ഓഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാനും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസ് വെച്ച് തന്നെ ബോർഡ് മാർക്കറ്റിൽ ഇറക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് ബ്രെയിൻസ് ഓഡിയോ. അവർ നല്ല ക്യാഷ് മുടക്കി നല്ല രീതിയിലുള്ള കമ്പോണൻസ് വാങ്ങിയിട്ട് തന്നെയാണ് ഈ പ്രോഡക്റ്റുകളെല്ലാം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അവരുടെ ബ്ലൂടൂത്ത് മോഡ്യൂൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഔട്ട്പുട്ട്. ഞാൻ കുറേ ബാസ് ട്രബിൾ യൂസ് ചെയ്തതിൽ എനിക്ക് നല്ല ഓഡിയോ ക്വാളിറ്റി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളൊരു ടോൺ കൺട്രോൾ ബോർഡും കൂടെയാണ് ഈ ഒരു ടോൺ കൺട്രോൾ ബോർഡ്. അത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാൻ വീഡിയോ ഞാൻ ആ സൈഡിൽ ഇട്ടേക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. പിന്നെ ഒരു ഫോണിൻ്റെ മൈക്കിൽ റെക്കോർഡ് ചെയ്തൊരു ഓഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായ കുറവ് അതിലുണ്ടായിരിക്കാം. എന്നാലും ഞാൻ നേരിട്ട് കേട്ടത് എനിക്ക് നല്ല ക്വാളിറ്റി ഉള്ളതായിട്ടാണ് തോന്നിയത്. നല്ല ഓഡിയോ ക്വാളിറ്റി ഉള്ളൊരു ബോർഡാണ്. നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ ഓഡിയോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോ കണ്ട് മനസ്സിലാക്കി കാണും ഇതിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ് നോക്കാം. ഇവിടെയാണ് ഇതിൻ്റെ ഓഡിയോ ഇൻപുട്ട് കൊടുക്കേണ്ടത്, ഈ ഭാഗത്താണ്. നമുക്ക് ഓഡിയോ ഔട്ട്പുട്ട് എടുക്കേണ്ടത് ഈ ഭാഗത്തുമാണ്. അപ്പോൾ അതിനൊരു ബാലൻസ് നമുക്കിവിടെ 104ൻ്റെ ഒരു പ്രീസെറ്റ് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് സ്റ്റീരിയോ ഔട്ടിനെ നമുക്ക് ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് വെച്ചാൽ ഇവിടെ 12.0.12 AC സപ്ലൈ ആണ് കൊടുക്കാനുള്ളത്. നമ്മൾ ട്രാൻസ്ഫോമറിൽ നിന്ന് നേരെ ഒരു ടാപ്പിംഗ് എടുത്തിട്ട് 12.0.12 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ വെച്ചിട്ടുണ്ട്. ആ ബ്രിഡ്ജ് റെക്ടിഫയർ വഴി നമുക്ക് ഇവിടെ കപ്പാസിറ്ററിലേക്ക് സപ്ലൈ DC ആയിട്ട് വന്ന് ബാക്കി ഒരു ബോർഡിൻ്റെ വർക്കിങ്ങിന് വേണ്ടി എടുക്കുന്നതായിട്ടാണ് വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ബ്രെയിൻസ് ഓഡിയോയുടെ തന്നെ ഒരു ബ്ലൂടൂത്ത് മോഡലുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.
വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 വോൾട്ട് അവരിവിടെ വിട്ടിട്ടുണ്ട്. ആ ഒരു മോഡ്യൂളിന് ഇത് പക്കാ വർക്കിംഗ് ആണ്, പക്കാ മാച്ചിങ് ആണ്. കൂടാതെ തന്നെ ആ ഒരു മോഡ്യൂളിൽ നിന്ന് വരുന്ന ഓഡിയോ ഔട്ട് നമുക്ക് ഇവിടെ 2 കണക്റ്റേഴ്സ്, അതിന് വേണ്ടി കണക്കാക്കിയുള്ള കണക്റ്റേഴ്സ് ഇതിൻ്റെ ഇവിടെ വരുന്നുണ്ട്. ആ കണക്റ്റേഴ്സ് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ നമുക്ക് ബാസ് ട്രബിൾ കൺട്രോൾ ചെയ്തൊരു ഓഡിയോ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതിനുവേണ്ടി ഇത് നമ്മുടെ USB മോഡ്യൂൾസിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇത് വിട്ടിട്ടുണ്ട്, ഒരു ചെറിയൊരു കണക്ടർ കൊടുത്തിട്ട് 5 വോൾട്ടിൻ്റെ ഔട്ട് ഇവിടെ നിന്ന് വരും എന്നുള്ള രീതിക്കാണ് ഈ ഒരു സാധനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നല്ല ക്വാളിറ്റിയാണ് ഇതിൽ, ഓഡിയോ ക്വാളിറ്റി ഒരു സുപ്പീരിയർ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പക്ഷേ നമുക്ക് ഒരു സ്റ്റീരിയോ പ്ലെയർ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സ് വേണം. അപ്പോൾ സിപ്പിൻ്റെയൊക്കെ സ്പീക്കർ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഇതല്ല ഏത് ബാസ് ട്രബിൾ ഉപയോഗിച്ചിട്ടായാലും നമുക്ക് നല്ല ക്വാളിറ്റി കിട്ടണമെന്നില്ല. അപ്പോൾ അതിൻ്റേതായ പഴയ ഫിലിപ്സിൻ്റെ സ്പീക്കറൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ടോണിൻ്റെ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യും. ഒന്നും അല്ലെങ്കിൽ സോണിയുടെ ഹൈഫൈ സ്പീക്കറിൻ്റെ ബോക്സുകൾ സ്റ്റീരിയോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഈ ഒരു ബോർഡ് വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ നമുക്കറിയാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ സ്വീറ്റൻ്റെ സ്പീക്കർ നല്ല സ്പീക്കേഴ്സാണ്, അത് വാങ്ങി യൂസ് ചെയ്താലേ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. കാര്യം സിപ്പിൻ്റെ സ്പീക്കറിന് പാരാമീറ്റേഴ്സ് ഒന്നും അവർ പറയുന്നില്ല, നമ്മൾ വെറുതെ വാങ്ങിക്കുന്നു ബോക്സിൽ വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. സ്വീറ്റനൊക്കെ ആണെങ്കിൽ അതിൻ്റെ പാരാമീറ്ററൊക്കെ അവർ കറക്റ്റായി പറയുന്നുണ്ട്. അപ്പോൾ ആ പാരാമീറ്റർ അനുസരിച്ച് നമ്മൾ ബോക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ ക്വാളിറ്റി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ സിപ്പിനെ ഒന്ന് താത്ത് പറഞ്ഞത്. കാര്യം അത് എവിടെയാണോ ഉണ്ടാക്കുന്നതെന്നോ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നോ അതിൻ്റെ പാരാമീറ്റർ എന്തൊക്കെയാണെന്നോ ഒന്നും സിപ്പ് പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത് സിപ്പിൻ്റെ കാര്യം. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ, നല്ല ക്വാളിറ്റിയുള്ള നല്ല സ്പീക്കേഴ്സ് കൊടുത്ത് നിങ്ങൾ നല്ല രീതിയിലുള്ള ആംപ്ലിഫയർ ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ഒരു ടോൺ കൺട്രോൾ ആ ഒരു ഗണത്തിൽപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ടോൺ കൺട്രോൾ നമുക്ക് മാർക്കറ്റിൽ നിറയെ വാങ്ങിയാൽ കിട്ടും. അതിൽ കൂടിയതും കുറഞ്ഞതും നല്ലതും ചീത്തയൊക്കെ ഉണ്ട്. അതിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനമായിട്ടാണ് എനിക്കിത് മനസ്സിലാക്കിയത്. ഇതിൻ്റെ PCBയുടെ കട്ടി തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നല്ല ക്വാളിറ്റിയുള്ള PCBയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതാണ്ടോ, നല്ല ക്വാളിറ്റിയുള്ള PCBയിലാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഇതിൻ്റെ കമ്പോണൻസ് നല്ല ഹൈ ലെവൽ ക്വാളിറ്റിയാണ്. ഇപ്പം നല്ലൊരു ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നെങ്കിൽ നല്ല കമ്പോണൻസ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യേണ്ടി വരും. നല്ല കമ്പോണൻസ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് നല്ലതാണെന്ന് പറഞ്ഞത്. നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസുമാണ്, നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ട് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം നല്ല സ്പീക്കറും നല്ല ആംപ്ലിഫയറും യൂസ് ചെയ്യേണ്ട നിങ്ങളെ ഒരു കടമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഒരു വില വരുന്നത് ഏകദേശം ഒരു 700-നകത്തൊക്കെ ഇതിനൊരു വില വരുന്നുണ്ട്. ആ ഒരു 700-നകത്ത് നമ്മൾ കൊടുക്കുന്ന ക്യാഷ് കൊടുക്കുന്ന മുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പർ ഞാൻ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് ഡിസ്ക്രിപ്ഷനകത്ത് എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോയ്ക്കകത്ത് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് ആ നമ്പർ എടുത്ത് നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. വിളിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം നിങ്ങൾക്ക് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരും. അപ്പം ഈ ബ്രെയിൻസ് ഓഡിയോയുടെ ഒരു പ്രോഡക്റ്റ് ഞാൻ എനിക്ക് വേണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിയതാണ്. എനിക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ അത് കൊള്ളാൻ തോന്നിയിട്ട് ആണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഇത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു ബ്ലൂടൂത്ത് മോഡ്യൂളുണ്ട്. ആ മോഡ്യൂളും ഇതിന് കറക്റ്റ് മാച്ചിങ് ആണ്, കറക്റ്റ് വർക്കിംഗ് ആണ്, നല്ല ക്വാളിറ്റിയുള്ള മോഡ്യൂളാണ്. ചൈനീസ് മോഡ്യൂളിനെയും കാട്ടി ആ മോഡ്യൂൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഉറപ്പായിട്ടും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് നല്ല സബ്സ്ക്രൈബ് കുറവുണ്ട്. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് കാണുന്നത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം ഒരു വിഷമം തോന്നാറുണ്ട്. യൂട്യൂബിൽ നിന്ന് പൈസയുടെ കേസൊന്നുമല്ല. യൂട്യൂബിൽ നിന്ന് പൈസയൊക്കെ കിട്ടുന്നത് 5-6 മാസം കഴിയുമ്പോഴേക്കാണ് കുറച്ച് പൈസ കിട്ടുന്നത്. അപ്പം പൈസ നോക്കിയിട്ടല്ല, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ആൾക്കാർ കാണുന്നു, അല്ലെങ്കിൽ ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു സന്തോഷം, അതുമാത്രമാണ് ഞാനിപ്പം ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കൂടാതെ തന്നെ ഇതായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേണം, നിങ്ങൾക്കിത് ആവശ്യമാണ്, നിങ്ങൾക്കിത് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക. വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ റിപ്ലൈ തരും. കാര്യം ഞാൻ എപ്പോഴും ഫോൺ വിളിച്ച് എടുക്കണമെന്നില്ല. അതുകൊണ്ട് ചില ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വിളിച്ച് കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സാധനം പ്രോഡക്റ്റ് വേണം, അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക. ഞാൻ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ പൈസ അയച്ചിട്ട് ചിലപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. കാര്യം ചില വർക്കിൻ്റെ തിരക്കുകൾ കാരണമാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കും. അതിന് ഒരു സംശയവും വേണ്ട. കൂടാതെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ബ്രെയിൻസ് ഓഡിയോയുടെയാണ്. അപ്പം ആ ചേട്ടന് ബ്രെയിൻസ് ഓഡിയോയുടെ ഓണർ പ്രോഡക്റ്റ് ഞാനൊരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാനിത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കൊണ്ട് പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇത് ഡീൽ ചെയ്തോ കുഴപ്പമില്ല,
പുള്ളി ബോർഡ് തരാം, നീ അത് അയച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ നമ്പർ തൊട്ട് താഴെ കൊടുത്തേക്കാം, നിങ്ങൾക്കിത് വേണമെങ്കിൽ എന്നെ വിളിക്കുക എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ ഈ സാധനം നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.